ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായി വീഡിയോ ഇടാൻ പോവുകയാണ്. +1 +2 അക്കൗണ്ടൻസി ക്ലാസ്സിനെ കുറിച്ചാണ് വീഡിയോ ഇടുന്നത്. +1ൻ്റെ എക്സാം കഴിഞ്ഞതുകൊണ്ട് +2 അക്കൗണ്ടൻസി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിലെ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസ് അവസാന നിമിഷമായതുകൊണ്ട് നമുക്ക് ആദ്യം മുതൽ ഉള്ള റിവിഷൻ ക്ലാസ് പോലെ അങ്ങനെയൊന്നും എടുക്കാൻ കഴിയില്ല. ഷുവർ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളതിൽ ഉള്ള ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതനുസരിച്ച് വേണം എനിക്കിനി അടുത്ത വീഡിയോ ഇടാൻ. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നാളെ മുതൽ പ്രോബ്ലവും ബാക്കി കാര്യങ്ങളും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ്. അതിൽ ബേസിക് കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ അതിലെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടൻസും അത് ചോദിക്കാൻ സാധ്യത ഉണ്ട്, അത്രയേ ഉള്ളൂ. ഷുവർ ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും അത് പഠിച്ച് വെച്ചിരുന്നോളണം. നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ള പോർഷൻസാണ്. അപ്പം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം ഏകദേശം 8 എണ്ണം ഉണ്ട്. നിങ്ങളിപ്പോൾ 8 എണ്ണം ഇനിയിപ്പം പഠിക്കേണ്ട, ഏകദേശം ഒരു 4 എണ്ണം പഠിച്ചോളണം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പം എല്ലാവർക്കും അറിയാം മിനിമം എത്ര പേര് വേണം, 2 പേരുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. മാക്സിമം എന്ന് പറയുന്നത് അതെപ്പോഴും തോന്നുന്നു കമ്പനീസ് ആക്ട് പ്രകാരം 1956 മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ അതർ കേസസിൽ 20% വരെ മാക്സിമം പോവാം. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ ഏകദേശം 10. അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ 100 വരെ എല്ലാം നമുക്ക് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല, നിങ്ങൾ ഫസ്റ്റ് ഇത്രയും പഠിച്ച് വെച്ചിരുന്നാൽ മതി. നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് ഫസ്റ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഡീഡ്. എപ്പോഴായാലും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം എന്തോന്ന് വേണം, എഗ്രിമെൻറ്റ് വേണം. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഓറൽ അല്ലെങ്കിൽ റിട്ടൺ. എന്തായാലും നമ്മൾ ഓറൽ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും എന്തോന്നായിരിക്കും, റിട്ടൺ എഗ്രിമെൻറ്റ്. നമുക്ക് ലീഗലായിട്ട് വാലിഡിറ്റി ഏതിനേ ഉള്ളൂ, റിട്ടൺ എഗ്രിമെൻറ്റിൻ്റെ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം എഗ്രിമെൻ്റ് ഓർ ഡീഡ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി, നമ്മളെ പർപ്പസ് എന്തോന്നായിരിക്കും, ഏൺ പ്രോഫിറ്റ്. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി ലോഫുള്ളായിട്ട് നിയമപ്രകാരമുള്ള ഒരു സംരംഭം, ഒരു ബിസിനസ് തുടങ്ങുന്നതാണ് മൂന്നാമത്തത്. നാലാമത്തതെന്ന് പറയുന്നത് ഷെയറിങ് പ്രോഫിറ്റ്. അതായത് ഈ ബിസിനസ്സിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യും. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഈക്വലി ആയിരിക്കും, അല്ലെങ്കിൽ എന്തോന്നായിരിക്കും, ഓരോരുത്തരും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ല, ഞാനിങ്ങനെ ഇത് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളണം. അപ്പം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം 8 എണ്ണം ഉണ്ട്. ഇപ്പോൾ 8 എണ്ണം നിങ്ങൾ പഠിക്കേണ്ട, 4 എണ്ണം പഠിച്ചാൽ മതി. നമ്പർ ഓഫ് പേഴ്സൺസ്, എഗ്രിമെൻ്റ് ഓർ ഡീഡ്, ബിസിനസ്, ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്. അടുത്തത് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അതായത് നമ്മളൊരു എഗ്രിമെൻറ്റ് പ്രകാരമാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഏകദേശം 16ഓളം പോയിൻ്റ് ഉണ്ട്. നിങ്ങളൊരു 7ഓ 8ഓ പഠിച്ചോളണം, കൂടിപ്പോയ 6, അതിനപ്പുറം ചോദിക്കില്ല. അതിൽ ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി ഫേം. നമ്മുടെ സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൻ്റെ പേര്. രണ്ടാമത്തതെന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓൾ ദി പാർട്ട്നേഴ്സ്. ആ ബിസിനസ്സിനകത്ത് ഇപ്പോൾ 2 മുതൽ ചിലപ്പോൾ 50 വരെ ആവാം, എത്ര പാർട്ണറുണ്ടോ അത്രയും പാർട്ട്നേഴ്സിൻ്റെ പേര്, അഡ്രസ്സ്. മൂന്നാമത്തത് നേച്ചർ ഓഫ് ദി ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കാം. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദ ബിസിനസ് പ്രധാനമായി. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഹെഡ് ഓഫീസ് കാണും, അതിൻ്റെ ബ്രാഞ്ചസ് കാണും. അപ്പം നമുക്ക് എവിടെയാണോ പ്രധാനമായിട്ടും നമ്മൾ എവിടെയാണോ ബിസിനസ് നടത്തുന്നത്, അതായത് ഹെഡ് ഓഫീസ്, അതിൻ്റെ പേര് വേണം. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നാണ് നിലവിൽ വന്നു എന്നുള്ളതിൻ്റെ ഡേറ്റ് വേണം. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറും എത്ര രൂപയാണ് ക്യാപിറ്റൽ ഇടുന്നതെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കണം. റേഷ്യോ അടുത്തതെന്ന് പറയുന്നത് റേഷ്യോ ഇൻ വിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ഷെയർഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് പ്രോഫിറ്റ് എപ്പോഴും ചിലപ്പോഴും ഈക്വലി ആയിരിക്കാം, ചിലപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം എടുത്ത് പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റിനകത്ത് ഏത് റേഷ്യോയിലാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞ നേരത്തെ റിപ്പീറ്റഡായിട്ട് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. അടുത്ത് ഈ ക്വസ്റ്റ്യൻ ഷുവറാണ്.
വന്നിരിക്കും. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. അപ്പം ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ കണക്ക് ഞാൻ നാളെ ഇട്ട് തരാം. അപ്പോൾ ആദ്യം അതിൻ്റെ ഡിഫറൻസ് ഒരു 3 പോയിൻറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് തന്നെ നമുക്കറിയാം ഫിക്സഡ്. അപ്പോൾ എന്തോന്നാണ് എപ്പോഴും ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം പേര് പോലെ തന്നെയാണ് എന്തോന്നാണ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഓരോ വർഷവും എന്തോന്നാണ് ക്യാപിറ്റൽ മാറി വരും. അപ്പം ഞാൻ പോയിൻ്റ് ബേസ് പറയാം. ഫിക്സഡ് ക്യാപിറ്റൽ ഓരോ പാർട്ട്ണർമാർക്കും എന്തോന്നാണ് 2 അക്കൗണ്ട്സ് കാണും. അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും കാണും, കറണ്ട് അക്കൗണ്ടും കാണും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണർ എത്ര പാർട്ട്ണറുണ്ടോ അത്രയും പാർട്ട്ണർമാർക്കും 2 അക്കൗണ്ട് കാണും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിലാണെങ്കിൽ ഈച്ച് പാർട്ട്ണർ ഹാസ് എത്ര അക്കൗണ്ട്? ഓൺലി 1 അക്കൗണ്ട്. ഓരോ പാർട്ട്ണറിനും എത്ര അക്കൗണ്ടേ കാണൂ? 1 അക്കൗണ്ട്. അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റലിൽ നമ്മളെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ നമ്മൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എമൗണ്ട് മാത്രമേ എഴുതൂ. ബാക്കി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ഏതിലാണ് എഴുതുന്നത്? കറണ്ട് അക്കൗണ്ടിൽ. അടുത്ത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിലാണെങ്കിൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഒരേ ഒരു അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടും ഇവിടെ എഴുതും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും. ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ എഴുതും. അടുത്ത മൂന്നാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫിക്സഡ് അക്കൗണ്ടിൽ എന്തോന്നാണ്? റിമെയിൻ അൺചേഞ്ച്ഡ്, മാറൂല, ഫിക്സഡ് ആയിരിക്കും എപ്പോഴും. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് റിമെയിൻ അൺചേഞ്ച്ഡ്. അടുത്തത് ഫ്ലക്ച്വേറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഫ്ലക്ച്വേറ്റ് ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും എന്തോന്നാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറി വരും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും എന്താണ്? ഉറപ്പായിട്ടും പഠിച്ചോളാം. അടുത്ത് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലിനകത്ത് ഗുഡ്വിൽ എന്താണെന്ന് ചിലപ്പം ചോദിക്കാം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കാവുന്ന ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗുഡ്വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫേവറബിൾ ലൊക്കേഷൻ. ആരായാലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എന്തോന്നാണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും സ്യൂട്ടബിളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിരിക്കണം ബിസിനസ് തുടങ്ങാൻ നേരത്ത് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇതേപോലെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് തുടങ്ങിയാൽ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പം എത്ര പെട്ടെന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം ബിസിനസ് തുടങ്ങാൻ നേരത്ത് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫേവറബിൾ ലൊക്കേഷൻ ഒന്നാമത്തത്. രണ്ടാമത്തെ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ സ്വഭാവവും ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഘടകമാണ്. അപ്പോൾ നിയമപ്രകാരമുള്ള ഏത് ബിസിനസ് നടത്തിയാലും നമ്മളെ ഗുഡ്വില്ല് കൂടെയുള്ളൂ. മൂന്നാമത്തത് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റിനകത്ത് ആളുകളുണ്ടെങ്കിൽ നമ്മളെ സ്ഥാപനം പ്രോഫിറ്റ് ഏൺ ചെയ്യും. അപ്പം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്തും കിട്ടും? ഗുഡ്വില്ലും കൂടും. അപ്പം നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റും ഗുഡ്വില്ലും ഏൺ ചെയ്യുന്നതിന് വേണ്ടി എന്ത് കാര്യങ്ങളും ബിസിനസ്സിനകത്ത് നമുക്ക് ചെയ്തുകൂടാ. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഗുഡ്വില്ല് കിട്ടില്ല. അപ്പം പ്രോഫിറ്റും ഗുഡ്വില്ലും നമുക്ക് കൂട്ടുകയും ചെയ്യണം, ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. പിന്നെ ടൈം ഫാക്ടർ, കൃത്യമായിട്ടുള്ള സമയത്ത് കാര്യങ്ങളെല്ലാം ബിസിനസ്സിനകത്ത് നടത്തിയാലും, അതായത് ഒരു ഇന്ന സാധനം ഇന്ന സമയത്ത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞാൽ കൃത്യസമയത്തിനുള്ളിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ ഗുഡ്വില്ല് കൂടും. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ് അടുത്തത്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ ബിസിനസ്സും ബിഗ് ബിസിനസ്സും അങ്ങനെ ബിസിനസ് കൺസേൺസ് വലുതും ചെറുതുമുണ്ട്. അപ്പം ചെറിയ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വളരെ കുറച്ച് മതി. അപ്പം വലിയ ബിസിനസ് ആണെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ വരും. അപ്പം ക്യാപിറ്റൽ നമ്മൾ ഇതിനകത്ത് ഇടുന്നതും ഏതിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്? ഗുഡ്വില്ലിനെ സ്വാധീനിക്കുന്ന ഘടകം. ഇതിലിപ്പോൾ 7 ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു 5 പഠിച്ചോളാം. പിന്നെ ചോദിക്കാം ഏതൊക്കെ തരത്തിൽ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ല് കണക്കാക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, രണ്ടാമത്തെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, മൂന്നാമത്തെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നാലാമത്തേത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. അതിനകത്ത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചെയ്യാനുള്ളതുണ്ട്, സൂപ്പർ പ്രോഫിറ്റ് കണ്ടിട്ട് ചെയ്യാനുള്ളതുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ പറയുന്നില്ല, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, അത് നമുക്ക് പഠിക്കാനില്ല. പിന്നെ എന്തിനു വേണ്ടി നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ല് കണക്കാക്കുന്നതിൻ്റെ നീഡ്.
ഏതൊക്കെ സമയത്ത് നമ്മൾ ഗുഡ് വില്ല് കണക്കാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു ബിസിനസ്സിനകത്ത് പുതിയതായിട്ടൊരു പാർട്ട്ണർ അഡ്മിറ്റ് ആകുമ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. രണ്ടാമത് റിട്ടയർമെൻറ്റ്. ബിസിനസ്സിനകത്ത് 3 പാർട്ട്ണർ കാണും, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകും, ബിസിനസ്സിൽ നിന്ന് പോകും. അങ്ങനെയുള്ള സമയത്തും ഗുഡ് വില്ല് കണക്കാക്കാം. പിന്നെ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ബിസിനസ്സിനകത്ത് പാർട്ട്ണർമാർ കാണും, അതിലൊരു പാർട്ട്ണർ മരിച്ചു പോകുന്ന സമയത്തും ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തണം. പിന്നെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ ചിലപ്പം ചേഞ്ചസ് വരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തും ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തണം. പിന്നെ വെൻ 2 or more firms ആർ അമാൽഗമേറ്റഡ്. ചിലപ്പോൾ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ലയിക്കും. 1 or 2 സ്ഥാപനങ്ങൾ തമ്മിൽ ലയിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്താം. അപ്പം നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല് 5 പോയിൻ്റ് ഉണ്ട്, പഠിച്ചോളണം. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഓൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഓൺ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, വെയർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ്, വെൻ 2 or more firms ആർ അമാൽഗമേറ്റഡ്. ഇനി അടുത്ത് സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ട്, ഗെയിനിങ് റേഷ്യോ ഉണ്ട്. അപ്പം ചിലപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ 1-2 വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പം ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്ണർ ലോസ് ഓർ സാക്രിഫൈസ് ദെയർ പ്രോഫിറ്റ് ഈസ് കാൾഡ് സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ഒരു ബിസിനസ്സിനകത്ത് അഡ്മിഷൻ്റെ സമയത്താണ് പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുമ്പോൾ ആ പാർട്ട്ണർ ക്യാപിറ്റലും ഗുഡ് വില്ലൊക്കെ കൊണ്ടുവരും. അപ്പം പ്രോഫിറ്റ് വീതിക്കുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് എന്തോന്നാണ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയർ ആർക്ക് കൊടുക്കും? പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിന് കൊടുക്കും. അതിനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. എൻ്റെ ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പം പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിന് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നതിനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ്. ഇത് റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നർ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഈസ് കാൾഡ് ഗെയിനിങ് റേഷ്യോ. അതായത് ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറയ്ക്കുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് ഇത് റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ്. അതായത് റിട്ടയർ ചെയ്തൊരു പാർട്ട്ണർ പോവും, പിന്നെ അതിനകത്തുള്ള പാർട്ട്ണർ കണ്ടിന്യൂയിങ് പാർട്ട്ണറാണ്. ആ പാർട്ട്നേഴ്സ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ. അവരുടെ പുറത്ത് പോകുന്ന ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, ആ പാർട്ട്ണറുടെ പ്രോഫിറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ, ഇപ്പം 3 പേര് കാണും, എയും ബിയും സിയും. സി പുറത്ത് പോവുകയാണെങ്കിൽ സിക്ക് ഒരു പ്രോഫിറ്റ് കാണും, അത് ആര് ഷെയർ ചെയ്യും? എയും ബിയും കൂടെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എല്ലാ വർഷവും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. അതായത് അഡ്മിഷൻ സമയത്ത് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ, ബിസിനസ്സിനകത്ത് ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്കുള്ള റൈറ്റ്സ്. കാരണം അയാൾ ഗുഡ് വില്ല് കൊണ്ടുവരുന്നു, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, എല്ലാം കൊണ്ടുവരുന്നു. അപ്പോൾ അതിനകത്ത് ലാഭമായാലും നഷ്ടമായാലും അതിനകത്ത് ന്യൂ പാർട്ട്ണറിനകത്ത് കിട്ടിയിരിക്കണം. അപ്പോൾ 2 റൈറ്റ്സ് ആണുള്ളത്. ഒന്ന് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേം. ആ സ്ഥാപനത്തിൻ്റെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. രണ്ടാമത്തത് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫേം. ആ സ്ഥാപനത്തിന് എന്ത് ലാഭമായാലും നഷ്ടമായാലും എന്തോന്നാണ് ന്യൂ പാർട്ട്ണറിന് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ ഇതേ സമയം ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം. പരീക്ഷയ്ക്ക് മുന്നേ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇടുന്നതാണ്. താങ്ക് യു.